ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എൻ്റെ മോള് ചെയ്തൊരു പെയിന്റിങ് ഒരു വർക്കാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കാൻ പോണത്. അതായത് ഞാൻ ഈ മെറ്റീരിയൽ ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് പട്ട് പാവടയും ബ്ലൗസും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ മെറ്റീരിയൽ ആയത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസിൽ ഞാൻ ഇതേപോലെ പ്ലെയിൻ മെറ്റീരിയലാണ് വാങ്ങിയത്. അപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ ഞാൻ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് പ്ലെയിൻ മെറ്റീരിയൽ വാങ്ങിയത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ആ ഒരു ഫാബ്രിക് പെയിന്റിന്റെ ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല വിലയുള്ള സാധനം. ഒരു കളർ ബോട്ടിലിന് മാത്രം 40-45 രൂപ വിലയുള്ളതാണല്ലോ. അപ്പോൾ അത് ഇവള് കുറേ ദിവസമായി എൻ്റെ പിറകെ നടന്ന് ചോദിക്കുന്നത്, അത് എനിക്ക് തരുമോ. ഞാൻ കൊടുക്കാറില്ല, കാരണം അത് അത്യാവശ്യം വിലയുള്ള സാധനം, അതിൻ്റെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് ഞാൻ വേസ്റ്റ് ആക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് ഓൾറെഡി വേറെ കളറൊക്കെ ഉണ്ട്, വേറെ ക്രയോൺസിൻ്റെ ഇഷ്ടംപോലെ വാട്ടർ കളറുണ്ട്, പെയിന്റ് ഉണ്ട്, ഓയിൽ പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾ അത്യാവശ്യം നോട്ടിലും പെൻസിലും പേപ്പറിലും ഒക്കെ അത്യാവശ്യം വരക്കുന്ന ഒരാളാണ്, വെറുതെ ഇരിക്കാറില്ല, എപ്പോഴും വര തന്നെയാണ് വര. അപ്പോൾ ഈ ക്ലോത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെയിന്റിങ് ചെയ്ത് നോക്കണത്. അപ്പോൾ ഇവള് മെറ്റീരിയൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ആദ്യം സമ്മതിച്ചിട്ടില്ല, കാരണം വേസ്റ്റാണ്, പെയിന്റും വേസ്റ്റായി പോകും അല്ലെങ്കിൽ തുണിയും വേസ്റ്റായി പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും കുറേ ദിവസം ഇങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടേ നിന്നപ്പോൾ ഞാൻ ശരി ആയിക്കോട്ടെ, നീ വരച്ചു നോക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു പെയിന്റിങ് വെച്ച്, ഫാബ്രിക് പെയിന്റ് വെച്ചിട്ട് ആ ഒരു മെറ്റീരിയലിൽ ഇവളതായൊരു എന്തെങ്കിലുമൊക്കെ വരക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ അവളെ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടുവിട്ടാ. അപ്പം ഇങ്ങനെ 2 കളറൊക്കെ മിക്സ് ആക്കിയിട്ട്, അതായത് ആ ബോക്സിൽ ഇല്ലാത്ത കളർ ഇവളിങ്ങനെ 2 കളറൊക്കെ മിക്സ് ആക്കിയിട്ടൊക്കെ ഇത് പെയിന്റിങ് ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്ക് അതിശയായിപ്പോയി. കാരണം ഇവിടെ നിന്ന് പഠിച്ചിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാണ് ഇന്ന് ഈ 2 കളർ മിക്സ് ആക്കിയാൽ ഈ കളർ വരും എന്നുള്ളൊരു ഐഡിയ ഒക്കെ ഇവൾക്ക് അങ്ങനെ കിട്ടിയത് എന്നുള്ളത്. അപ്പോൾ പിള്ളേർ ഈ ഫോണിലൊക്കെ നോക്കി സത്യം പറഞ്ഞാൽ ഈ ഫോണ് കൊടുക്കരുതെന്ന് പറയും. പക്ഷേ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അവർ അതൊക്കെയാണ് കാണുന്നതെങ്കിൽ അത് അവർക്കൊരു ഫോൺ ഒരു ടീച്ചർ തന്നെയാണ് അല്ലേ. എന്തൊക്കെ ഐഡിയാസ് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർക്ക് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ അവളതായ രീതിയിൽ ഇങ്ങനെ വരച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം പാവടയും ബ്ലൗസ് അല്ലേ, അപ്പോൾ ഒരു കൃഷ്ണ തീമിൻ്റെ എന്തെങ്കിലും ഒരു പിക്ചർ വരച്ചോന്ന് ആ ഒരു ഐഡിയ കൊടുത്തത് ഞാനാണ് കേട്ടോ. അന്ന് എനിക്ക് എന്തെങ്കിലും മയിൽപ്പീലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈസി ആയിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നീ വരച്ചോന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ വരച്ച് ട്രൈ ചെയ്ത് നോക്കി. സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ വരച്ച് വീഡിയോയിലേക്ക് എത്തിയ സമയത്ത് ഇവളോട് പറഞ്ഞു, പേപ്പറിലും പെൻസിലിലും വരക്കുന്നവരല്ല, ഫാബ്രിക്കിൽ വരക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാക്കും, പ്രത്യേകിച്ചിട്ട് വരക്കാതെ പെയിന്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെയാ, അത് തന്നെയാണ് ഞാൻ ഓൾറെഡി അങ്ങനെ പറഞ്ഞത്. പിന്നെ അവൾ ട്രൈ ചെയ്തതല്ലേ, ആ ഒരു അറ്റംപ്റ്റിനെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ലല്ലോ. അപ്പോൾ അത് ഞാൻ ഏകദേശം വെയിലത്തൊക്കെ വെച്ച് അതൊന്ന് അയൺ ചെയ്തൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കി കൊടുത്തു. സംഭവം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിത് ബ്ലൗസായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടും കൂടിയുണ്ട്. അപ്പോൾ എൻ്റെ മോളുടെ ഈ ഒരു അറ്റംപ്റ്റിന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്